പത്തരമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരു പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം. അങ്ങനെ നന്ദു SI ആവുകയാണ്. SI ആയതിന്റെ സന്തോഷം നയന എല്ലാവരോടും പറയുന്നുണ്ട്. ദേവ്യാനിയോട് പോയി പറയുന്നുണ്ട്, അമ്മേ നന്ദു SI ആയിട്ട് ഇന്ന് ചാർജ് എടുക്കുക. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷ. എന്റെ നയന മോള് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഇങ്ങനൊരു കാര്യത്തിനായിട്ട്. നന്ദു എന്തായാലും മിടുക്കിയ. അവള് സ്വന്തം കാലിൽ നിന്നിട്ടേ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ആയില്ലേ. ഇനിയിപ്പോ ഒരു കല്യാണമൊക്കെ നോക്കാം. ദേ അവളെടുത്ത് അമ്മ ഇതൊന്നും പറയണ്ട. അവൾക്ക് കല്യാണം എന്ന് കേൾക്കുന്നതേ ഇഷ്ടമല്ല. ഞങ്ങളുടെയൊക്കെ ജീവിതം കണ്ട് അവൾക്കൊക്കെ മടുപ്പാ. ഇനി കല്യാണം കഴിക്കില്ല എന്നാ അവള് പറയുന്നേ. അതൊന്നും പറ്റില്ല. കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാ. നന്ദുവിന് അനിയോടും അനിക്ക് നന്ദുവിനോടും ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നെന്ന്. എന്നാ ആ സമയത്ത് അവർക്ക് ഒന്നിക്കാൻ പറ്റിയില്ല എന്ന് കരുതിയിട്ട് ഏത് കാലത്തും കല്യാണം കഴിക്കാതെ നടക്കാനൊന്നും പറ്റില്ല. അനി ഇപ്പൊ കല്യാണം കഴിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കുമല്ലേ. ഇനിയിപ്പോ നന്ദുവും അങ്ങനെ നല്ല സന്തോഷത്തിൽ ജീവിക്കണ്ടേ. വേണ്ട അമ്മേ, അതിനെക്കുറിച്ചൊന്നും പറയണ്ട. അനിയുടെ കാര്യം ഓർത്ത് എപ്പോഴും ആദർശേട്ടന് സങ്കടാ. എപ്പോഴും പറയും അനി ഇങ്ങനെ പോയാല് ശരിയാവില്ല എന്ന്. എനിക്കും ആ കാര്യം ഓർത്ത് എപ്പോഴും ടെൻഷൻ തന്നെയാ. അനിയോട് എത്രയെന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. ഞാൻ പറയുന്നതില് ഒരു പരിധിയില്ലേ. അനാമികയോട് നല്ല പോലെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാലും ആ കുട്ടിയും അതൊന്നും വകവെക്കുന്നില്ല. രണ്ടുപേരും എപ്പോഴും കീരിയും പാമ്പുക. അവരുടെ ജീവിതം കൂടെ നല്ല രീതിക്ക് മുന്നോട്ട് പോയാലേ അച്ഛനും അമ്മയ്ക്കും അത് സന്തോഷാവുള്ളൂ. എത്ര പറഞ്ഞാലും അവൻ കേൾക്കേണ്ട നയനമോളെ. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? അനിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടോ ഉപദേശിച്ചിട്ടോ ഒരു കാര്യവുമില്ല. അനാമികയുടെ സ്വഭാവം അത് വേറെ ആർക്കും അങ്ങ് ഇഷ്ടപ്പെടില്ല. അനിയെന്ന് പറയുന്നത് ഒരു പഞ്ചപാവ. അവനെ സ്നേഹിക്കുന്നവരെ അവനും ജീവന് തുല്യം സ്നേഹിക്കും. എന്നാ അനാമിക ഇന്നേ വരെ അവനെ സ്നേഹിച്ചിട്ടില്ല എന്നാ എനിക്ക് തോന്നുന്നേ. അതെങ്ങനെയാ മോളെ? അവര് തമ്മിൽ സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചത്? അതുപോലും എനിക്ക് സംശയമുണ്ട്. അവളുടെ പെരുമാറ്റമൊന്നും ശരിയല്ല. പല കാര്യം കൊണ്ടും അവൾ ഈ കുടുംബത്തിന് ചേർന്ന മരുമകളല്ല എന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ടമ്മേ. ചിലതൊന്നും ഞാൻ അമ്മയോട് തുറന്നു പറയാതിരിക്കുക. ആ കുട്ടിയും അച്ഛനും അമ്മയും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. മോളെന്താ പറഞ്ഞു വരുന്നേ? എന്തൊക്കെയോ മോള് മറച്ചു വെക്കുന്നുണ്ടല്ലോ. എല്ലാ അമ്മയോട് സമയമാവുമ്പോൾ പറയാം. ഇന്നിപ്പോ ഒരു നല്ല സന്തോഷമുള്ള ദിവസമല്ലേ. ആ സമയത്ത് എന്തിനാ വെറുതെ അക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? അല്ല, ആദർശിനെ കൂട്ടി മോൾക്കൊന്ന് നന്ദുവിനെ കണ്ടു വരായിരുന്നില്ലേ? ഞാനും കരുതിയതാ. ഇനിയിപ്പോ ആദർശേട്ടൻ വരട്ടെ, എന്നിട്ട് ഒരുമിച്ച് നന്ദുവിനെ കാണാനൊന്ന് പോവണം എന്ന് നയന പറയുന്നു. അപ്പോഴായിരിക്കും വേണുവും രേവതിയും അങ്ങോട്ട് കയറി വരുന്നത്. അവരെ കാണുന്നതും നയനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. അവര് വരുന്നതും ജാനകി വരുന്നുണ്ട്. ആ മോളുടെ അച്ഛനും അമ്മയോ? കയറിയിരിക്കൂ. ഞാനിപ്പോ വിചാരിച്ചേ ഉള്ളൂ നിങ്ങൾ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന്. ഇന്നലെ മോള് പറഞ്ഞിരുന്നു അച്ഛനും അമ്മയ്ക്കും ഒരുപാട് തിരക്കാ. ഇപ്പൊ അമ്മ കൂടെ ബിസിനസ്സിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാ പിന്നെ ഞാൻ നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാത്തത്. അതെ, ഭയങ്കര തിരക്കാ. ഈയിടെയായിട്ട് നിന്ന് തിരിയാൻ പോലും സമയമില്ല. അങ്ങനെയാണെങ്കിൽ അനാമിക മോളെ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചൂടെ? അവള് നല്ല പോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമല്ലോ. ജാനകി പറഞ്ഞത് ശരിയാ. എന്തായാലും മോളെ കുറച്ച് ബിസിനസ് ഒക്കെ ഏൽപ്പിക്കണം. എന്നിട്ട് വേണം എനിക്കൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാന്. എനിക്ക് ആണും പെണ്ണുമായിട്ട് ഒരാളല്ലേ ഉള്ളൂ. എൻ്റെ എല്ലാ സ്വത്തുക്കളും എൻ്റെ മോൾക്കുള്ളതാ. ഇനിയിപ്പോൾ അവള് തന്നെ നോക്കി നടത്തട്ടെ. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് കരുതുന്നുണ്ട്. അത് തന്നെയാ നല്ലത് എന്ന് ജാനകി പറയുന്നു. അല്ല, എന്താ ദേവ്യാനി ചേച്ചിയുടെ മരുമകൾക്ക് മുഖം അത്ര തെളിയുന്നില്ലല്ലോ? ഞങ്ങള് വന്നത് അവൾക്കത്ര ഇഷ്ടപ്പെട്ടില്ലേ? ആര് പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന്? അല്ല, മുഖം അത് പറയുന്നുണ്ട്. എനിക്കിന്നേ നല്ല സന്തോഷമുള്ള ദിവസാ. അതെന്താ ഇത്ര സന്തോഷമുള്ള ദിവസമാണെന്ന് പറയാൻ? എൻ്റെ അനിയത്തി നന്ദു ഇന്ന് SI ആയിട്ടെ ഇവിടെ ചാർജ് എടുക്കുക. അതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്തുണ്ട്. ഇത് കേൾക്കുന്നതും വേണുവും രേവതിയും ഒന്ന് ഞെട്ടുന്നുണ്ട്. ഓ, ഇനിയിപ്പോ അതിൻ്റെ ഒരു കുറവുകൂടെ ഉള്ളൂ. SI കൂടെ ആയാല് ഇനിയിപ്പം നിലത്തും ആയിരിക്കില്ല എന്നൊക്കെ വേണു പറയുന്നു. അല്ല, എൻ്റെ മോളെവിടെ? അനാമിക മോള്? അവള് റൂമിലായിരിക്കും. രണ്ടാളും ഇരിക്കെ, ഞാൻ പോയിട്ടേ അനാമിക മോളെ വിളിക്കാം. നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ മോൾക്ക് ഒരുപാട് സന്തോഷാവും. അങ്ങനെ വേണുവും രേവതിയും ഇരിക്കുന്നുണ്ട്. നയനയും ദേവിയാനിയും അടുക്കളയിലോട്ട് പോവാ. രേവതി വേണുവിനോട് പറയുന്നുണ്ട്, ദേ മനുഷ്യ, അവളിന്ന് ഇവിടെ SI ആയിട്ട് ചാർജ് എടുക്കാന്നാ പറയുന്നത്. ഇനിയിപ്പോ നമ്മുടെയൊക്കെ കാര്യത്തില് തീരുമാനാവും. ഒരുപാട് കേസുകളാ വേണുവേട്ടന്റെ പേരില് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കിടക്കുന്നേ. അതൊക്കെ കുത്തിച്ചകഞ്ഞ് അവൾ അന്വേഷിച്ചു വന്നാലേ അവള് തൂക്കിയെടുത്ത് കൊണ്ടുപോകും എന്നൊക്കെ
രേവതി വേണുവിനോട് പറയുന്നുണ്ട്. രേവതി, എൻ്റെ മനസ്സമാധാനം നീ കളയല്ലേ. അത് കേട്ടപ്പോഴേ എൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങിയതാ. ഇനിയിപ്പോ അതിനു പുറമെ നീ കൂടെ വെറുതെ എന്നെ പേടിപ്പിക്കില്ലേ. ഈ സമയത്ത് വെള്ളവുമായിട്ട് ദേവിയാനി വരുന്നുണ്ട്. നിങ്ങൾ ഈ ജ്യൂസ് കുടിക്ക് എന്നും പറഞ്ഞ് ദേവിയാനി ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അല്ല, ഇനി ഇതിലെന്തെങ്കിലും കലക്കി കാണുമോ? അതെന്താ വേണു അങ്ങനെ പറഞ്ഞേ? അല്ല, ഇവിടുന്ന് എന്ത് കഴിച്ചാലും കുടിച്ചാലും ഞങ്ങളുടെ വയറിന് പ്രശ്നമാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഇവിടെ ആർക്കും ഒന്നും കലക്കി കൊടുക്കാറില്ല, വേണമെങ്കിൽ കുടിച്ചാൽ മതി എന്ന് വേണുവിനോട് പറയുന്നുണ്ട്. ദേവിയാനി ചേച്ചിക്ക് ദേഷ്യം വരാനായിട്ട് പറഞ്ഞതല്ല. ഇവിടെ ചിലരുണ്ടല്ലോ ഇതുപോലെ പൊടിയൊക്കെ കലക്കി മറ്റുള്ളവരെ കൊല്ലാൻ, അതുകൊണ്ട് പറഞ്ഞതാ. വേണു, വെറുതെ അതും ഇതൊന്നും പറയണ്ട. എൻ്റെ മരുമകളെ കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നേ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഞാൻ കുടിച്ച പാലിൽ വിഷം കലർന്നിട്ടുണ്ട്. അത് ആരാ ചെയ്തതെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് കണ്ടെത്തുമ്പോൾ മാത്രം കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ മതി, അല്ലാതെ ചെയ്യാത്ത തെറ്റിന് ആരുടെ മെക്കെട്ടും കയറാൻ നിൽക്കണ്ട എന്ന് ദേവയാനി വേണുവിനോടും രേവതിയോടും പറയുന്നു. അങ്ങനെ അച്ഛനും അമ്മയും വന്നെന്നറിഞ്ഞ് അനാമിക വേഗം തന്നെ താഴോട്ട് വരുന്നുണ്ട്. ആ അച്ഛൻ, അമ്മേ, നിങ്ങൾ എത്ര ദിവസമായി എന്നെ കാണാനായിട്ട് വന്നിട്ട്? മോൾക്കറിയില്ലേ അച്ഛൻ്റെ തിരക്ക്. ബിസിനസ് കാര്യത്തിലേ ഇപ്പൊ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയാ. അതുകൊണ്ടാ മോളെ കാണാനായിട്ട് ഇങ്ങോട്ട് വരാത്തത്. ഇപ്പൊ കുറച്ച് സമയം കിട്ടിയപ്പോഴാ ഞങ്ങളൊന്ന് ഇങ്ങോട്ട് ഇറങ്ങാന്ന് കരുതിയത്. മോൾക്കിവിടെ സുഖമല്ലേ? എന്ത് സുഖം അച്ഛാ. ഇവിടുത്തെ കാര്യമൊന്നും പറയാതിരിക്കുന്ന നല്ലത്. എൻ്റെ മരുമകൻ എവിടെ? എനിക്കറിയില്ല. രാവിലെ അങ്ങ് ഇറങ്ങും. എങ്ങോട്ടാന്ന് ചോദിച്ചാലേ ഒരക്ഷരം മിണ്ടില്ല. ഞാനിപ്പോൾ ചോദിക്കാറുമില്ല. ദേ അനാമികെ, നീ ആരെ കുറിച്ചാ ഇങ്ങനെ കുറ്റം പറയുന്നേ? നിന്റെ ഭർത്താവിനെ കുറിച്ചാ? നിന്റെ അച്ഛനോടും അമ്മയോടും ഇങ്ങനെയാണോ അനിയെക്കുറിച്ച് സംസാരിക്കുക? ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം ഭർത്താവിനെ മറ്റുള്ളവർ മുൻപിൽ തരം താഴ്ത്തി സംസാരിക്കരുത്. എന്താ വല്യമ്മേ, വല്യമ്മ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ? അവന്റെ സ്വഭാവം അങ്ങനെയാണെന്ന് വല്യമ്മയ്ക്കും അറിയുന്നതല്ലേ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം. പിന്നെപ്പം എന്താ പ്രശ്നം? അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് നന്ദു വരുന്നത്. നന്ദു പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങി ഉള്ളിലോട്ട് കയറി വരുന്നത് നയനെ കാണുന്നുണ്ട്. നയന മാത്രമല്ല, ദേവയാനിയും അതുപോലെ ജലജയും ജാനകിയും വേണുവും രേവതിയും അനാമികയും ഒക്കെ നോക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷത്തിലാണ് നയനെ അത് നോക്കിക്കാണുന്നത്. അനിയത്തി പോലീസ് യൂണിഫോമിൽ കയറി വരുന്നത് കാണുമ്പോൾ സന്തോഷം കൊണ്ട് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരിക്കില്ല. നയന നന്ദുവിൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലുന്നുണ്ട്. ഇത് കാണുന്ന അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട്. അച്ഛാ, അവള് SC ആയി ഇവിടെ ചാർജ് എടുത്തോ? ആ മോളെ, ഞങ്ങളിവിടെ വന്നപ്പോഴാ ഇവര് പറഞ്ഞത് ഇന്നിവിടെ SC ആയി ചാർജ് എടുക്കുകയാണെന്ന്. എനിക്ക് കയ്യും കാലും വിറച്ചിട്ട് വയ്യ മോളെ. അച്ഛ, എന്നെ കൂടെ പേടിപ്പിക്കല്ലേ. അച്ഛൻ്റെ പല കേസും തെളിയാതെ കിടക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അച്ഛൻ്റെ ഈ പറഞ്ഞ ബിസിനസ് ഒന്നും അച്ഛനില്ലാന്നൊക്കെ അറിഞ്ഞാല് ആകെ കൂടെ നാണക്കെടാ. അച്ഛാ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഇനി കുറച്ച് നാളെങ്കിലും ഇവിടെ പിടിച്ചു നിന്ന് സ്വത്തുക്കളെല്ലാം കൈപ്പറ്റണമെന്നാ ഞാൻ കരുതിയത്. ഇവളിനി പഴയതെല്ലാം കുത്തിച്ചകഞ്ഞ് പുറത്തോട്ട് കൊണ്ടുവന്നാല് അച്ഛൻ്റെ കാര്യത്തിൽ തീരുമാനാവൂ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയുക. ഇത് കേൾക്കുന്നതും വേണുവിനും രേവതിക്കും ആകെ കൂടെ പേടിച്ച് വരച്ച് നിൽക്കുമായിരിക്കും. അങ്ങനെ നയന പറയുന്നുണ്ട്, മോളെ നന്ദു, നിന്നെ ഈ വേഷത്തിൽ കാണാൻ വേണ്ടി ചേച്ചി എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ? അതുകൊണ്ടല്ലേ ചേച്ചിയെ കാണാൻ തന്നെ ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്നത്. മോള് വാ, വന്നിരിക്ക്. മോളെ നന്ദു, എന്തായാലും നിന്റെ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ചേച്ചിക്ക് മാത്രമല്ല, ഞങ്ങൾക്കൊക്കെ നിന്നെ ഈ വേഷത്തിൽ കാണുമ്പോൾ അഭിമാനം തോന്നുന്നുണ്ട്. അല്ല, മുത്തശ്ശനും മുത്തശ്ശി എവിടെ? അവര് ചെക്കപ്പിനായിട്ട് പുറത്തോട്ട് പോയിരിക്കാം. കുറച്ചു നേരം കഴിഞ്ഞാൽ വരും. ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ നന്ദു? ചേച്ചി ഒന്നും വേണ്ട. ഞാൻ ഇന്നല്ലേ ചാർജ് എടുത്തത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കുടിക്കാനൊന്നും വേണ്ട. ഇപ്പൊ നല്ല തിരക്കുള്ളൊരു പോലീസുകാരിയായി അല്ലേ? പിന്നെ എനിക്കിനി എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ഇവിടെ ചിലരുടെ കളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണ്ടേ? അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഒരുപാട് തെളിയിക്കാത്ത കേസുകളൊക്കെ കിടക്കുന്നുണ്ടായിരിക്കുമല്ലോ, എല്ലാം ഒന്ന് നോക്കണം എന്ന് പറഞ്ഞതാ. ഇത് കേൾക്കുന്നതും അനാമികയും വേണുവും ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുന്നുണ്ട്. എന്താ അനാമികെ, നീ എന്താ എന്നോടൊന്നും ചോദിക്കാത്തെ? അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നാല് നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ എന്നോട് ചോദിക്കാനും പറയാനും ഉണ്ടാവും. അല്ല, അനി എവിടെ? ദേ നന്ദു, നീ വലിയ പോലീസുകാരിയൊക്കെ ആവും എന്ന് കരുതിയിട്ട് എനിക്ക് നിന്നോടുള്ള ദേഷ്യം കുറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കണം. അനി എൻ്റെ ഭർത്താവാ. അനി നിന്റെ ഭർത്താവാണെങ്കിലേ അനി എൻ്റെ ഫ്രണ്ടാ. അവൻ എവിടെയെന്ന് ചോദിക്കാനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട്. നീ എന്നെ എടിപൊടിന്നൊന്നും വിളിക്കണ്ട. ഇനി തൊട്ടേ എന്നെ മാഡം എന്ന് വിളിക്കണം. ഞാൻ ഈ സ്റ്റേഷനിലെ SI ആ ഒരു ബഹുമാനം നീ എനിക്ക് തന്നേ പറ്റൂ. നീ മാത്രമല്ല, നിന്റെ അച്ഛനും അമ്മയും എനിക്കത് തന്നേ പറ്റൂ എന്ന് നന്ദു പറയുന്നു.
മറുപടിയൊന്നുമില്ലാതെ അനാമിക നിൽക്കുക. നാളത്തെ എപ്പിസോഡില് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.